നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന പലതരം കൊലപാതകങ്ങളും ക്രൈമുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഒരു കാരണങ്ങളും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചാലും പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് അടുത്ത ദിവസം വീണ്ടും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കണ്ണൂർ കല്യാട് മോഷണം നടന്ന വീട്ടിലെ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ട് ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. ക്വാറികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് ദർശനയെ കൊല്ലുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലാണ് ഇത്തരത്തിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന് പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കവർന്നത്. സ്വർണവും പണവും നഷ്ടപ്പെട്ട ദിവസം തന്നെ ദർശിത വീട് പൂട്ടി കർണാടകയിലേക്ക് പോയി. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ സംശയം. ആദ്യമൊക്കെ കരുതിയത് വെറും മോഷണമായിരിക്കുമെന്നാണ്. പിന്നീടാണ് ഈ ഒരു ദർശിത തന്നെയാണ് മോഷ്ടിച്ചത്. അതിനുശേഷം ഇയാളുമായി ലോഡ്ജിൽ മുറിയെടുക്കുന്നു, അവിടെ താമസിക്കുന്നു. അതിനിടയിൽ ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കമാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഇവർക്കിടയിലെ തർക്കം എന്നതൊക്കെ അല്ല, പോലീസ് ഇപ്പൊ പറയുന്നുണ്ട് ഇവർ ഈ പൈസ പങ്കിട്ടെടുക്കുന്നതിന്റെ പേരിൽ നടന്ന തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത്. പിന്നെ അതുകൂടാതെ ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതും ഇയാളെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പൊ ഇയാൾ ഒരുപാട് കടക്കണിയിൽ നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കൊടുത്ത പൈസ പലപ്പോഴായിട്ട് ദർശിത ആവശ്യപ്പെട്ടത്. ഇതൊക്കെ ഇയാളെ പ്രകോപിപ്പിച്ചിരുന്നു. ഇത് കാരണമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടത്തിയെന്നാണ് പറയുന്നത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിവർക്കുണ്ട്. ആ കുഞ്ഞിനെ വീട്ടിലാക്കിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ ദർശിത ഇയാളെ കാണുവാനായി ഇത്തരത്തിൽ ലോഡ്ജിലേക്ക് വന്നത്. പക്ഷെ അത് അവസാനിച്ചത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലാണ്. ആ കുടുംബക്കാർക്കും കുടുംബത്തിനും ഒരിക്കലും ഇതുവരെയും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുക ഉയർന്നു. ബ്രേക്കിംഗിന്റെ റബ്ബർ ബുഷിൽ നിന്നാണ് പുക ഉയർന്നത്. ട്രെയിൻ നിർത്തിയിട്ട് പ്രശ്നം പരിഹരിച്ച ശേഷം യാത്ര പിന്നീട് തുടരുകയായിരുന്നു. വലിയ ശബ്ദം കേട്ടെന്നാണ് യാത്രക്കാർ വെളിപ്പെടുത്തിയത്. ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് മാരാരിക്കുളം എത്തുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രാവിലെ 6 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. വലിയ ശബ്ദം കേട്ടതോടെ പൊട്ടിത്തെറിയാണെന്ന് കരുതി യാത്രക്കാർ ആകെ പരിഭ്രമിച്ചു. പുക ഉയർന്നതോടെ ഉടൻ തന്നെ ട്രെയിൻ നിർത്തി പ്രശ്നം പരിഹരിച്ച് ട്രെയിൻ യാത്ര തുടരുകയായിരുന്നു. തോട്ടപ്പള്ളി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആദ്യ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അബൂബക്കർ മാത്രമാണ് കൊലയാളിയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അബൂബക്കർ ക്രൂരമായി കുറ്റകൃത്യം ചെയ്തുവെന്നും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തിലാണ് എത്തിയതെന്നും ഒക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു, മുളകുപൊടി വിതറി, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, എല്ലാം അബൂബക്കർ ആണെന്നും ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രതിക്കുള്ള സാധ്യതയോ സൂചനയോ ഒന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം ചെയ്തത് അബൂബക്കർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊലപാതകം നടത്തിയത് മറ്റൊരാളാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ആദ്യം അറസ്റ്റിലായ ആളുടെ മുകളിൽ തന്നെ മുഴുവൻ കുറ്റവും ചുമത്തിയിട്ടുള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കാരണം ഈ പറയുന്ന അബൂബക്കർ പറയുന്നുണ്ട്, കാരണം അയാൾക്ക് അബദ്ധത്തിൽ, അതായത് ഈ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഇതിനിടയിൽ അതായത് ബലാത്സംഗം നടക്കുന്നു. ഈ ബലാത്സംഗത്തിനൊടുവിൽ ഇവർ അബോധാവസ്ഥയിലാവുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഇത്തരത്തിൽ കൊലപാതകം അല്ലെങ്കിൽ ഇവർ മരിച്ചു എന്നാണ്. തുടർന്നാണ് ഇയാൾ പോയത്. പക്ഷേ ആ വീടിന് സമീപം ഒളിച്ചിരുന്ന ഇത്തരത്തിൽ മോഷ്ടാവും ഭാര്യയുമാണ് ഈ വീടിനുള്ളിൽ കയറി ഇവരുടെ സ്വർണം കവരുവാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ബോധം തെളിയുകയും ഇവരത് തടയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവരെ കൊലപ്പെടുത്തുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ പുറത്ത് വന്നിട്ട് പോലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എല്ലാ തരത്തിലുള്ള കുറ്റവും ഈ അബൂബക്കറിന്റെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മോഷ്ടാവും ഭാര്യയും സേഫായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായിരുന്നാലും കുടുംബം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിന്റെ ഒത്തുകളിയാണ് ഇതെന്നൊക്കെ തരത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വിഷ്ണു എന്താണ് എന്ന് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്? അബൂബക്കർ ആണോ ഇതിലെ യഥാർത്ഥ പ്രതിയായി മാറുക, അതല്ല ഈ പറയുന്ന മോഷ്ടാവും ഭാര്യയുമായി മാറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ ഇതിനെ ഉറ്റുകാണുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, കണ്ണൂർ പാനൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ്. മകളുടെ 41ാം ചരമദിന ചടങ്ങിന് സാധനങ്ങളുമായി വന്ന ലോറി വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞ് അമ്മയ്ക്ക് ദാരുണാന്ത്യം. മേക്കുന്ന് സ്വദേശി ജാനുവാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. മുറ്റത്ത് തുണി അലക്കുകയായിരുന്ന ജാനുവിന്റെ ദേഹത്തേക്കായിരുന്നു ഈ ലോറി മറിഞ്ഞു വീണത്. വളരെ ദാരുണമായ സംഭവം. ക്യാൻസർ ബാധിച്ചു മരിച്ച പുഷ്പയുടെ മരണാനന്തര ചടങ്ങ് ഇന്ന് നടക്കേണ്ടിയിരിക്കുകയായിരുന്നു. മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും ഒക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്.
വാടക സാധനങ്ങളുമായി എത്തിയ മിനി ലോറി വീടിന് സമീപം തിട്ടയിൽ നിർത്തി. സ്കൂട്ടർ അരികിലേക്ക് മാറ്റാൻ ഡ്രൈവർ ഇറങ്ങിയപ്പോൾ ഉരുണ്ട് 10 മീറ്റർ താഴെ മുറ്റത്തേക്ക് വീഴുകയായിരുന്നു. റോഡിനോട് ചേർന്നുള്ള അലക്കുകല്ലിലേക്ക് ലോറി മുൻഭാഗം കുത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ ഒരു അപകടം ഉണ്ടായത്. ഈ അടിയിലാണ് ജാനു പെട്ടത്. അടിയിൽപ്പെട്ട ജാനുവിന്റെ കൈകൾ മുറിഞ്ഞു വീണു. മാത്രമല്ല തലയ്ക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മണ്ണ് യന്ത്രം എത്തിച്ച് ലോറി മാറ്റിയാണ് ജാനുവിനെ പുറത്തെടുത്തത്. ചൊക്ലി മെഡിക്കൽ സെന്ററിൽ പ്രാഥമിക ചികിത്സ നൽകി കണ്ണൂർ ചാലയിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെ ദാരുണമായ സംഭവമായി പോലെ മകളുടെ ഒരു ചടങ്ങ് ദിനത്തിൽ അമ്മയ്ക്ക് ദാരുണമായി കൊല്ലപ്പെടേണ്ടി വരുന്നു എന്നുള്ളൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിച്ചാലും വരേണ്ടത് വരുമെന്ന് പറയുന്നത് കണക്കെയാണ് ഇത്തരത്തിൽ ജാനുവിന്റെ ഒരു ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിടെ ഒരാൾ പിടിയിലായി. പനങ്കാവ് സ്വദേശി അക്ഷയ് കെ ആണ് പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം. ഈ ജയിൽ വളപ്പിലെത്തിയ അക്ഷയും സുഹൃത്തുക്കളും മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും ജയിലിനകത്തേക്ക് എറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജയിൽ വാർഡന്മാരാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പ്രതിയുടെ പക്കൽ നിന്നും ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും പിടികൂടി. കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, റാപ്പർ വേടനുമായി ബന്ധപ്പെട്ടുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരുടെ അഭിഭാഷക കൂടുതൽ സമയം ആവശ്യപ്പെട്ടതോടെയാണ് കോടതി കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്ന വാദം പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയെന്നതുകൊണ്ട് മാത്രം അതിന് ക്രിമിനൽ കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വേടൻ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ പ്രതികരണം. ഒരു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ് ബാഗ്പത് സ്വദേശിയായ സുധീറാണ് പിടിയിലായത്. ഡൽഹിയിലെ വിജ്വാസാൻ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വീടിനകത്ത് വാടക താമസിക്കുന്ന യുവാവ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി അയാളുടെ മുറിയിലേക്ക് പോയതാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. കുറച്ചു സമയത്തിനകം കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുറിയിലേക്ക് ചെന്നുവെങ്കിലും മുറി പൂട്ടിയ നിലയിലായിരുന്നു. ബലം പ്രയോഗിച്ച് മുറി തുറന്നപ്പോൾ കുട്ടിയെ രക്തത്തിൽ കുളിച്ച നിലയിൽ നഗ്നയായി കണ്ടെത്തുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി യുവാവിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ദേശീയ തലത്തിലുള്ള ചില വാർത്തകൾ കൂടി നോക്കാം. ഒഡീഷയിൽ ഉണ്ടായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിലുണ്ടായ ഒരു വെള്ളച്ചാട്ടത്തിലുണ്ടായ ഒരു അപകടം. ദുഡുമ വെള്ളച്ചാട്ടത്തിന് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. ബർഹാംപൂർ സ്വദേശിയായ സാഗർ ഡുഡു എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഒരു യൂട്യൂബർ ആയിരുന്നു ഞായറാഴ്ച ഉച്ചയോടെ അപകടത്തിൽപ്പെട്ടത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. കോരാപുട്ടിൽ കനത്ത മഴയായിരുന്നു. ഇതേ തുടർന്ന് മച്ചകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ഇതേ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഡാം തുറന്നുവിട്ടു. പക്ഷേ ഈ സമയം യുവാവ് ഒരു പാറയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. ഇതോടെ സാഗർ പാറയുടെ മുകളിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ വെള്ളം ഒഴുകിയെത്തിയതോടെ പാറയിൽ നിന്ന് യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരും വിനോദസഞ്ചാരികളും ചേർന്ന് ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പ്രവർത്തനമൊക്കെ പരാജയപ്പെട്ടു. മച്ചുകുണ്ട് പോലീസും അഗ്നിശമന സേനയും എത്തി തെരച്ചിൽ തുടങ്ങി. സാഗർ തന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിയതെന്നാണ് വിവരം. തെലങ്കാനയിൽ 5 മാസം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവ് പിടിയിലായി. മൃതദേഹം കഷ്ണങ്ങളായി ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മഹേന്ദർ റെഡ്ഡി എന്നയാൾ പിടിയിലായത്. വികാരാബാദ് ജില്ലയിലെ കാമറെഡ്ഡി ഗുണ്ട സ്വദേശിനിയായ 21-കാരി സ്വാതിയാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തലയും കൈകളും കാലുകളും വേർപെടുത്തി പ്രതാപ് സിംഗാരത്തെ മുസി നദിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഇയാൾ സഹോദരിയെ വിളിച്ച് ഭാര്യയെ കാണാനില്ലെന്ന് അറിയിക്കുന്നു. സംശയം തോന്നിയ സഹോദരി ബന്ധുവിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ഇയാളെത്തി മഹേന്ദറിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മഹേന്ദർ ഭാര്യയെ കാണാനെന്ന വിവരമാണ് അറിയിച്ചത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശരത്തിന്റെ ഉടൽ ഭാഗം വീട്ടിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രണയത്തിലായിരുന്ന സ്വാതിയും മഹേന്ദറും വിവാഹശേഷം ഹൈദരാബാദിലെ ബാലാജി ഹിൽസിലേക്ക് താമസം മാറിയിരുന്നു. വിവാഹത്തിന് പിന്നാലെ ഇരുവരും തമ്മിൽ തർക്കങ്ങളൊക്കെ പതിവായി. 2024 ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം.